ഹലോ, ഈ കഴിഞ്ഞ വർഷത്തെ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും JEE മെയിൻ എക്സാമിനെ കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ട്. എന്നാൽ JEE അഡ്വാൻസ്ഡ് എക്സാമിനെ കുറിച്ച് പല കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള അവയർനെസ് നമ്മൾ കൊടുക്കാറില്ല. IITയിൽ എത്തണമെന്ന് നമ്മളെല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ IITയിലേക്കുള്ള ആ ഒരു വഴി എത്രത്തോളം ചാലഞ്ചിങ് ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അതിന് വേണ്ട അവയർനെസ് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആക്ച്വലി ഒരുപാട് ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അടക്കം ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ നമുക്കിതിൻ്റെ ഒരു ഓവറോൾ വ്യൂയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തെ JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതിയ കുട്ടികളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടാകും, എല്ലാ കുട്ടികൾക്കും JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ സാധിക്കില്ല. JEE മെയിൻ എഴുതിയിൽ നിന്ന് അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 2.5 ലക്ഷത്തോളം കുട്ടികളെയാണ് നമ്മുടെ JEE മെയിൻ എക്സാം എഴുതാൻ വരുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുക. എന്ന് വെച്ചാൽ JEE മെയിൻ എഴുതാൻ എത്ര പേര് വരുന്നുണ്ട്? 14 ലക്ഷത്തോളം കുട്ടികൾ വരുന്നുണ്ട്. അതിൽ 2 ലക്ഷം കുട്ടികൾക്ക് മാത്രമാണ് JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ടുള്ള നമ്പർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2,50,000 പ്ലസ് 284 കുട്ടികൾ എന്തിന് എലിജിബിൾ ആയിരുന്നു? JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ എലിജിബിൾ ആയിരുന്നു. അതിൻ്റെ ഓരോ കാറ്റഗറിയിലുള്ള കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ, ഓപ്പൺ കാറ്റഗറിയിൽ 93.23% JEE അഡ്വാൻസ്ഡ് എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജനറൽ EWSലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 81.32 ആണ്. OBC NCL ആണെന്നുണ്ടെങ്കിൽ 79.67% ആൾക്കും എലിജിബിൾ ആയിരുന്നു അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ. അതുപോലെ SC ST കാറ്റഗറിയുടെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു കുട്ടികൾക്കൊരു ഐഡിയ കിട്ടും. JEE മെയിൻ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് വാങ്ങിയാലാണ് അഡ്വാൻസ്ഡ് എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ആൻഡ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സും ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഈ 2.5 ലാഖിൽ എലിജിബിലിറ്റി കിട്ടിയിട്ടുള്ളത് ഓരോ കാറ്റഗറിയിലും എത്ര കുട്ടികൾക്കാണെന്നുള്ള ഡാറ്റയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കുട്ടികൾ ആക്ച്വലി എക്സാം എഴുതി നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നത്. അപ്പോൾ നമ്മൾ 14 ലക്ഷം കുട്ടികളാണ് JEE മെയിൻ എഴുതിയത്. 2 ലക്ഷം കുട്ടികൾ എലിജിബിളായി അഡ്വാൻസ്ഡ് എക്സാമിന്. അതിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത ഫീസ് അടച്ചുകൊണ്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ എണ്ണം 1.86 ലാഖ് മാത്രമാണ്. 1,86,584 കുട്ടികൾ മാത്രമേ അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് 2 പേപ്പറും അപ്പിയർ ചെയ്ത ആളുകളുടെ എണ്ണോ അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1,80,200 പേര് മാത്രമാണ്. ഇത്രയും 14 ലക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും എത്ര ആളുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ഇതിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത ആളുകൾ, ആ മിനിമം മാർക്ക് വാങ്ങി കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആളുകളുടെ എണ്ണം വെറും 48,248 പേര് മാത്രമാണ്. ആൻഡ് ഇനി അടുത്ത റൗണ്ട് ഈ എക്സാമിൻ്റെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും IITസിലേക്ക് അഡ്മിഷൻ നേടിയ കുട്ടികളുടെ എണ്ണം 17,695 പേര് മാത്രമാണ്. അപ്പോൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള 23 IITകളിലായിട്ട് 17,695 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. 14 ലക്ഷത്തിൽ നിന്നും ഓരോ റൗണ്ടിൽ കട്ട് ചെയ്ത് ലാസ്റ്റ് 17,695 കുട്ടികൾക്കാണ് IITസിലേക്കുള്ള അഡ്മിഷൻ കിട്ടുന്നത്. അത് ഓരോ കാറ്റഗറിയിലും എത്ര കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്, എത്ര കുട്ടികൾ അപ്പിയർ ചെയ്തു, എത്ര കുട്ടികൾ ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ വരുന്നത് ജനറൽ കാറ്റഗറിയിൽ തന്നെയാണ്. പിന്നെ OBC വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ EWS എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്. SC ST ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പിയർ ചെയ്ത കുട്ടികളുടെ സമ്മറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ടോട്ടൽ 1.86 അല്ലെങ്കിൽ 1.8 ലാഖ് കുട്ടികൾ അപ്പിയർ ചെയ്തതിൽ 1,39,000 ആൺകുട്ടികളുടെ എണ്ണം. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 41,020 ആണ്. അതിൽ ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ നമ്പറും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഫൈനലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോട്ട് ചെയ്ത സീറ്റ് IITയിലേക്ക് അഡ്മിഷൻ എടുത്തതിൽ 14,200 സ്റ്റുഡൻസ് ആക്ച്വലി എന്താണ് മെയിൽ കാൻഡിഡേറ്റ്സും 3,495 സ്റ്റുഡൻസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സുമാണ്. ഇവിടെ നിങ്ങൾ ടോട്ടൽ നമ്പറിൻ്റെ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ 20% ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. 17,695 ഏകദേശം എന്താണ് കറക്റ്റ് 20% ആണ് 3,495 വരാം. അതിനർത്ഥം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പെൺകുട്ടികൾക്ക് IITസിലും NITസിലും 20% റിസർവേഷൻ ഉണ്ട്. റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ബ്രാഞ്ചിലും അല്ലെങ്കിൽ ഓരോ ക്ലാസ് റൂമിലും 20% ഗേൾസ് ആയിരിക്കണം, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം എന്നുള്ള റൂളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സൂപ്പർ ന്യൂമററി റിസർവേഷൻസ് പലപ്പോഴും കിട്ടാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിനേക്കാളും ഒരു 10-20 മാർക്ക് കുറച്ച് വാങ്ങിയാൽ മതി ഗേൾസിന് IITസിലേക്കും NITസിലേക്കും അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റേഷ്യോ 20% എന്നുള്ളത് എല്ലാ IITസിലും എല്ലാ NITസിലും ഫോളോ ചെയ്ത് വരുന്നത് തന്നെയാണ്. ഇനി നാഷണാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ 88 പേരും 2 ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള സ്റ്റുഡൻസ്
സ്റ്റുഡൻസുമാണ് ഈ വർഷം IIT-യിലേക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. ഇനി നമ്മുടെ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത മെയിൻസ് പോലെയല്ല, ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ കോമൺ റാങ്ക് ലിസ്റ്റ്, ജനറൽ റാങ്ക് ലിസ്റ്റിലേക്ക് ഓരോ സബ്ജക്റ്റിലും 8.68% ആണ് മിനിമം മാർക്ക് വേണ്ടത്. അങ്ങനെ 3 മാർക്കും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത്, 3 സബ്ജക്റ്റിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എത്ര വേണം? 30.34% മാർക്ക് വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻറ്റിന് ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ, JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ 30% പാസ് മാർക്ക് എന്ന് നമുക്ക് പറയാം. ഈ വർഷം ആക്ച്വലി കുറച്ച് കൂടിയതാണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തവണത്തെ എക്സാം കുറച്ചും കൂടി ഈസി ആയതുകൊണ്ട് തന്നെ ഈ കട്ട് ഓഫും കാര്യങ്ങളും ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. ഇനി OBC, ജനറൽ, SC, ST-യിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ആണ് പെർസെൻറ്റേജ്. ഇനി ഇത് മാർക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷം 360 മാർക്കിലാണ് എക്സാം നടന്നത്. ഓക്കെ, ഔട്ട് ഓഫ് 360 ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 360 ആയിരുന്നു. 360. ആ 360-ൽ ഓരോ സബ്ജക്റ്റിലും 120 മാർക്കായിരുന്നു. അങ്ങനെ CRL-ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, കോമൺ റാങ്ക് ലിസ്റ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ 10 മാർക്ക് മിനിമം ഒരു സബ്ജക്റ്റിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? സ്കോർ ചെയ്തിട്ടുണ്ടാവണം. എൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 109 മാർക്കിലേക്ക് എത്തിയിട്ടുണ്ടാവണം. ഇതാണ് ഈ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം 10 മാർക്ക് മിനിമം ഒരു സബ്ജക്റ്റിൽ മതി എന്ന് പറയുമ്പോൾ 3 എണ്ണത്തിൽ 10 വീതമല്ല, അങ്ങനെ 30 മാർക്കല്ല വേണ്ടത്. 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തണം? 109 മാർക്ക് എത്തണം. അത് തന്നെ ഓരോ കാറ്റഗറിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ OBC, NCL ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 98 മാർക്ക് മതി റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട്. OBC, NCL-ൻ്റെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട്. ഇനി EWS ആണെന്നുണ്ടെങ്കിൽ 98 ആണ്. ബാക്കി SC, ST തുടങ്ങിയുള്ള കാറ്റഗറീസിന് കുറച്ച് മാർക്ക് മതി. ഇതാണ് ഈ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കട്ട് ഓഫിനേക്കാൾ മാർക്ക് വാങ്ങിയ ടോട്ടൽ കുട്ടികളുടെ എണ്ണമാണ് നമ്മൾ നേരത്തെ കണ്ട 48,000 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോ സോൺ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് 500 റാങ്കിലുള്ള കുട്ടികൾ ഏതൊക്കെ സോണിലാണ് എത്തിയിട്ടുള്ളത്? സ്റ്റേറ്റ് വൈസ് ഡാറ്റ അവൈലബിൾ അല്ല. പകരം IIT-യിൽ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത, രജിസ്റ്റർ ചെയ്ത കുട്ടികളെ ഡിഫറെൻറ്റ് സോണുകളിലാണ് അവരെന്ത് ചെയ്യുക? സോർട്ട് ചെയ്തിട്ടുണ്ടാവുക. IIT ബോംബെ സോൺ, ഡൽഹി സോൺ. അപ്പോൾ ആ പരിസരത്തുള്ള സ്റ്റേറ്റുകൾ മുഴുവൻ ഈ ഒരു സോണിലാണ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ IIT മദ്രാസിൻ്റെ സോണിൽ കേരളം ഉണ്ടാവും, അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശൊക്കെ ഈ IIT മദ്രാസ് സോണിലാണ് ഉണ്ടായിരിക്കുക. ടോപ്പ് 10 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ടോപ്പ് 100 റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് IIT ബോംബെ സോണ്, പിന്നെ ഡൽഹി സോണാണ്, അതുപോലെ തന്നെ IIT മദ്രാസ് സോണാണ്. അങ്ങനെ ഗോയിങ് ടു ടോപ്പ് 500 കുട്ടികളെ നോക്കുകയാണെങ്കിൽ 136 പേരും എവിടെയുള്ളത്? IIT ബോംബെ സോണാണ്. 145 പേര് IIT മദ്രാസ് സോണിൽ നിന്നാണ് ടോപ്പ് 500 റാങ്കിൽ എത്തിയിട്ടുള്ളത്. ആൻഡ് IIT ഡൽഹിയിലാണ്, ആ സോണിൽ നിന്നാണ് 122 കുട്ടികളും ടോപ്പ് 500-ൽ എത്തിയിട്ടുള്ളത്. ടോട്ടൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണവും നിങ്ങൾക്ക് കാണാം. അതിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും ഈ 3 സോണുകൾ തന്നെയാണ്. കാരണം അവിടെയാണ് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള JEE അഡ്വാൻസ്ഡ് എക്സാമിനൊക്കെ വേണ്ട കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കറിയാം ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതുപോലെ തന്നെ ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സ്റ്റേറ്റുകളിലാണ് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നടക്കുന്നത്. ഇനി മാർക്ക് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റാങ്ക്ഡ് കാൻഡിഡേറ്റ്സ് ഇൻ ഈച്ച് കാറ്റഗറി. ജനറൽ കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്? ഫസ്റ്റ് റാങ്കിന് കിട്ടിയ മാർക്ക് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വർഷം കേട്ടിട്ടുണ്ടാകും, റെക്കോർഡ് മാർക്കാണ്. നമ്മുടെ വേദ് ലഹോട്ടി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് 355 മാർക്ക് കിട്ടി 360. അത് ആക്ച്വലി JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ റെക്കോർഡാണ്. ഇനി EWS-ലേക്ക് വരുന്ന സമയത്ത് 326 ഫസ്റ്റ് റാങ്കിന് ഉണ്ടായിരുന്നത്, ലാസ്റ്റ് റാങ്കിന് 98. ഓൾറെഡി നമ്മൾ കട്ട് ഓഫിലും കണ്ടതാണ്. OBC, NCL-ലെ ആ ഒരു കാറ്റഗറിയിലെ ടോപ്പറുടെ മാർക്ക് 328 ആൻഡ് ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടെ ലാസ്റ്റ് റാങ്കിൻ്റെ മാർക്ക് 98. അപ്പോൾ ഈ രൂപത്തിലാണ് ഫസ്റ്റ് റാങ്കിൻ്റെയും ലാസ്റ്റ് റാങ്കിൻ്റെയും മാർക്ക് വന്നിട്ടുള്ളത്. അതിൽ തന്നെ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് അവരുടെയൊക്കെ ഓരോ സബ്ജക്റ്റിലും എത്ര മാർക്ക് ഉണ്ടെന്നുള്ളതും കാണാൻ സാധിക്കും. ഇനി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് അലോട്ട് ചെയ്തിട്ടുള്ളത് ഓരോ സോണിലും. IIT ബോംബെ സോണിൽ എത്ര ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അഡ്മിഷൻ എടുത്തു, എത്ര മെയിൽ കാൻഡിഡേറ്റ് അഡ്മിഷൻ എടുത്തു എന്നുള്ള ഡാറ്റയുണ്ട്. ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20% കുട്ടികൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. ആ നമ്പർ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഗേൾസൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, JEE ആസ്പിരൻസ് ആയിട്ടുള്ള ഗേൾസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, 20% ഓരോ ക്ലാസ്സിലും ഗേൾ കാൻഡിഡേറ്റ്സ് ആയിരിക്കും ജോയിൻ ചെയ്യുക ഫൈനലി IIT-യിൽ. അപ്പം ബോയ്സിനേക്കാൾ ആക്ച്വലി എളുപ്പമാണ് ഗേൾസിന് IIT-ലും NIT-ലും അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച, നിങ്ങൾ ഏത് വഴിയിലൂടെ പോകണം, നിങ്ങൾക്ക് മുന്നിലുള്ള ചാലഞ്ചസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം ഫസ്റ്റ് റാങ്കിൻ്റെ മാർക്ക് നിങ്ങൾ കണ്ടു, 355 മാർക്കാണ് 360 നേടിയിട്ടുള്ളത് ഫസ്റ്റ് റാങ്കിന്. എന്നാൽ ബാക്കി റാങ്കുകാരുടെയൊക്കെ മാർക്ക് എത്രയാണ് നമുക്കറിയണ്ടേ? അപ്പോൾ ഈ വർഷത്തെ ഒരു പ്രത്യേകത, 360 കഴിഞ്ഞ 2 വർഷങ്ങളിലേക്കാൾ കുറച്ചുകൂടെ മാർക്ക് എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മളിതാ AIR 100-ൻ്റെ ഉള്ളിൽ എത്ര എന്നുണ്ടെങ്കിൽ, ഇത് ഒഫീഷ്യൽ ഡാറ്റയാണ്, 101ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 360-ൽ 300 മാർക്കാണ് കിട്ടിയത്.
അതുപോലെ തന്നെ AIR 500 എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ റാങ്ക് 500-ൻ്റെ ഉള്ളിൽ അഡ്വാൻസ്ഡ് എക്സാമിൽ എത്തണമെന്നുണ്ടെങ്കിൽ 258 മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട് 360. അതുപോലെ 1000-ൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ 1000 റാങ്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ 233 മാർക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു 360. ഇങ്ങനെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ 2000-ൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് 207 വേണം, 3000 റാങ്കിൻ്റെ ഉള്ളിൽ കയറാൻ 192 വേണം, 4000 റാങ്കിൻ്റെ ഉള്ളിൽ കയറാൻ 181 എന്ന് പറയുമ്പോൾ നമ്മൾ 50% എത്തി. അപ്പോൾ ഈ കഴിഞ്ഞ അഡ്വാൻസ്ഡ് എക്സാമിൽ 50% മാർക്ക് കിട്ടിയ കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് 4000 ആയിരുന്നു. 4000 ഒരു ഡീസൻറ്റ് റാങ്കാണ്, നല്ലൊരു IIT-യിൽ തന്നെ നമുക്ക് അഡ്മിഷൻ സെക്യൂർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 5000 റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 172 ആണ്. ഇനി അങ്ങോട്ട് വളരെ ചെറിയ വ്യത്യാസത്തിലാണ് റാങ്ക് വലുതാൻ പോകുന്നത്. നമുക്ക് നോക്കാം, 10,000-ൽ എത്തണമെന്നുണ്ടെങ്കിൽ 10,000-ൻ്റെ ഉള്ളിൽ കയറാൻ 146 മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് ഒരു 17,000 വരെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ 125 മാർക്ക് കിട്ടിയ കുട്ടിയാണ് ഓൾ ഇന്ത്യ റാങ്ക് 17,000-ലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റിന് 125 മാർക്ക് കിട്ടിയൊരു കുട്ടിക്ക് 4000-ൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ 125-ൽ നിന്ന് എവിടെ എത്തണം? പോയി 181-ൽ എത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 55 മാർക്ക് എക്സ്ട്രാ സ്കോർ ചെയ്താലാണ് ആ സ്റ്റുഡൻറ്റ് എവിടെ എത്തുക? 17,000 ഓൾ ഇന്ത്യ റാങ്കിൽ നിന്നും 4000-ൽ എത്തുക. ഇനി 4000-ൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിന് സപ്പോസ് നമുക്ക് 500-ൻ്റെ ഉള്ളിൽ കയറണം അല്ലെങ്കിൽ 100-ൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ 4000 ഓൾ ഇന്ത്യ റാങ്കിൽ നിന്ന് 100 AIR-ലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് വേണമെന്ന് അറിയാം? 180-ൽ നിന്ന് നമ്മൾ വീണ്ടും 120 എക്സ്ട്രാ സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ആക്ച്വലി എന്താണ്, എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്, ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു 17,000-ൽ നിന്നും 55 മാർക്കും കൂടെ സ്കോർ ചെയ്യാനുള്ള നോളജും സ്കില്ലും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4000 റാങ്കിൽ എത്തുമെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു റിപ്പോർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, JEE ആസ്പിറൻസ് ആയിട്ട് കഴിഞ്ഞ വർഷം വന്ന 14 ലക്ഷം കുട്ടികൾ, അതിൽ 2.5 ലക്ഷം കുട്ടികളാണ് എലിജിബിൾ ആയത് അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ. അതിൽ തന്നെ ആകെ 1.8 ലാക്ക് കുട്ടികൾ എക്സാം എഴുതാൻ വന്നിട്ടുള്ളൂ. എന്നിട്ടോ അതിൽ നിന്ന് 48,000 കുട്ടികൾക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആൻഡ് ഫൈനലി 17,000 സംതിങ് കുട്ടികൾക്ക് മാത്രമാണ് സീറ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, അലോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് IIT-ലേക്കുള്ള ഒരു യാത്രയുടെ ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് ഹിസ്റ്ററി. ഇനി ഭാവിയിൽ IIT-ൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും ഈ ഡാറ്റയും അതുപോലെ തന്നെ ഈ മാർക്കുകൾ, കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. JEE മെയിൻ പോലെയല്ല, സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി എപ്പോഴും IIT ആസ്പിറൻസ് ഉണ്ടെങ്കിൽ, IIT സ്വപ്നം കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ നിങ്ങൾ താഴെ പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫെല്ലോ ആസ്പിറൻസിന് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കും വേണം. ആൻഡ് ഇതുപോലെ അനാലിസിസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന സ്ട്രാറ്റജി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനി ഉണ്ടായിരിക്കും. സോ JEE ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.